ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച KSU മാർച്ച് സംഘർഷഫലിതമായിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക് അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഈ നവകേരള ബോർഡുകളടക്കം വ്യാപകമായി KSU പ്രവർത്തകർ നശിപ്പിക്കുന്നുണ്ട്. KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഇപ്പോൾ എവിടെ വരെ എത്തി? മാർച്ച് പോലീസ് ആസ്ഥാനത്തിന് സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ പോലീസ് ആസ്ഥാനത്തിന് 100 മീറ്റർ ഇപ്പുറയായി സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിലേക്ക് ഈ മാർച്ച് എത്തിച്ചേരും. മാർച്ച് KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ ഇങ്ങ് കടന്നു പോകുന്ന വഴികളിൽ മുഖ്യമന്ത്രിയുടേതായും സർക്കാരിൻ്റെതായും ഈ നവകേരള സദസ്സിൻ്റെതായും എല്ലാം സ്ഥാപിച്ചിരുന്ന ബോർഡുകളെല്ലാം തല്ലിത്തകർത്ത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ എന്താണോ കണ്ടത് അതിന് സമാനമായി തന്നെയുള്ള കാഴ്ച ഇന്നും ആവർത്തിക്കുകയാണ്. മാർച്ചിൻ്റെ മുൻഭാഗം ഇപ്പോൾ ഈ പോലീസ് ആസ്ഥാനത്തിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡിനടുത്തേക്ക് എത്തുന്നു. മാത്യു കുഴൽനാടൻ MLA ഉണ്ട്. ഈ പ്രവർത്തകർക്കൊപ്പം മാത്യു നടക്കുകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ VD സതീശൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് സമാനമായി ഇവിടെ എത്തുമ്പോൾ ഈ മാർച്ച് പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ മാത്യു കുഴൽനാടൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ട അതേ കാഴ്ചകൾക്ക് ഇന്ന് ഈ പോലീസ് ആസ്ഥാനം സാക്ഷ്യം വഹിക്കാനുള്ള അവസ്ഥകളാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴെന്തായാലും മാർച്ച് പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. അമൽ, ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് അത് സംഘർഷഭരിതമായിരുന്നു. തലസ്ഥാനം തെരുവ് യുദ്ധക്കളമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിക്രൂരമായ അതിക്രമം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് സമാനം തന്നെയാണ് ഇന്നത്തെ ഈ മാർച്ചുമെന്നാണ് ഈ നിലവിലത്തെ ഒരു കാഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പോലീസ് വിന്യാസമൊക്കെ ഏതുവരെയാണ് അമൽ? ഇന്നലെ പോലീസ് സമീപകാലത്തൊന്നും വാങ്ങാത്തത്ര തല്ലുവാങ്ങിയിരുന്നു. പോലീസ് വലിയ തോതിൽ പ്രതിരോധത്തിലായിരുന്നു. അതിനാൽ തന്നെ ഇന്ന് വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെയുള്ളതിലും അധികം പോലീസിനെ ഇന്ന് വിന്യസിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഉണ്ടായ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും ആസ്ഥാനത്തേക്ക് ഈ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് എത്തിച്ചേരുകയാണ്. ഇന്നലെ എങ്ങനെയായിരുന്നു പ്രവർത്തകർ ഈ പ്രകടനം തുടങ്ങിയ സമയത്തുണ്ടായിരുന്നത് അതിന് സമാനമായി തന്നെയുള്ള കാഴ്ച അതുതന്നെയാണ് ഇന്നും ഉണ്ടാകുന്നത്. നിലവിലത്തെ ഒരു അവസ്ഥ, ഈ കടന്നു പോകുന്ന വഴികളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് എങ്കിൽ ഇന്നലത്തെ അതേ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ മാർച്ച് ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയത്ത് ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയപ്പോൾ ആദ്യ കുറച്ച് സമയം ശാന്തതയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസാരിച്ച് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മടങ്ങി 2-ാം മിനിറ്റിൽ തുടങ്ങിയ സംഘർഷമാണ് പിന്നീട് അത് അവസാനിക്കുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസിന് നിയന്ത്രിക്കാൻ പോലുമായില്ല. നിരവധി പോലീസുകാർക്കും പ്രവർത്തകർക്കും എല്ലാം പരിക്കേൽക്കുന്നത് കണ്ടു. ഇന്നലെ കമ്പും വടികളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെങ്കിൽ ഇന്നത് വീണ്ടും കടുപ്പിക്കും എന്നുള്ളതാണ് ഈ KSU പ്രവർത്തകർ പറയുന്നത്. അതിനാൽ തന്നെ സംഘർഷാവസ്ഥ ഉണ്ടാകും എന്ന കാര്യത്തിൽ നിലവിലെ ഒരു അവസ്ഥ നോക്കുമ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വരുന്ന വഴികളിലെല്ലാം വലിയ തോതിൽ പ്രകോപിതരായിരുന്നു പ്രവർത്തകർ. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് മാർച്ചെത്തുകയാണ്.